ശ്രീ ചാണ്ടി ഉമ്മൻ, ഇന്നിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിന്റെ യശസ് തകർക്കാൻ വേണ്ടി, കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി വളരെ ബോധപൂർവം ചില പ്രചാരവേലകൾ UDF-ഉം പ്രതിപക്ഷവും നടത്തുകയാണ്. അതിൽ മാധ്യമങ്ങളും പങ്കുചേർന്നിരിക്കുന്നു എന്നാണ്. ഈ പ്രചാരവേല കൊണ്ട് എന്താണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ടാൽ തോന്നുക. ആദ്യം അതിനുള്ള താങ്കളുടെ പ്രതികരണം കേട്ട് ഞാൻ മറ്റു ചോദ്യങ്ങളിലേക്ക് വരാം. അവിടുത്തെ ഹോസ്പിറ്റൽ കെട്ടിടം പൂർത്തിയായിട്ടും അങ്ങോട്ട് ആ രോഗികളെ മാറ്റാത്തത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാഞ്ഞിട്ടും അവിടെ ആളുകളെ താമസിപ്പിച്ചത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. ദിവസവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോയ്ലറ്റ്, ആ ടോയ്ലറ്റ് അവിടെ നിലനിന്നതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടെ ആ ടോയ്ലറ്റ് ഇടിഞ്ഞ് വീണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താത്തതും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും പ്രചാരവേല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു റിക്കവറി നടന്നത്, അതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടെ ഡിസ്ചാർജ് കൊടുത്ത് ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ച് അവിടെ ആരുമില്ല എന്ന് പ്രതീതി സൃഷ്ടിച്ചതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. അവിടെ ലാഘവത്തോടെ ഉദ്യോഗസ്ഥർ വന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. മരിച്ച് ഇതേവരെ ആ വീട്ടിൽ അവർക്കൊരു അനുശോചനം പറയാത്തതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിട്ട് അവിടെ വന്നിട്ട് ആ വീട്ടുകാരെ കാണാൻ പോലും നോക്കാത്തത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. ആ സംഭവ സ്ഥലം പോലും അദ്ദേഹം സന്ദർശിക്കാത്തതും പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേല. ഇതിൽ പരം പ്രതിപക്ഷം എങ്ങനെ ഈ സർക്കാരിനെ സഹായിക്കുക? ശ്രീ ചാണ്ടി ഉമ്മൻ, കോട്ടയം അപകടത്തെ മന്ത്രിമാർ ലഘൂകരിച്ചു കണ്ടതുകൊണ്ടാണോ രക്ഷാപ്രവർത്തനം വൈകിയതും ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായതും? അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എന്താണ് സർക്കാരിൻ്റെ സമീപനമെന്ന്. CPM-ൻ്റെ സെക്രട്ടറി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ എന്താണ് സർക്കാരിൻ്റെ സമീപനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. എല്ലാ പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ആരുമില്ല എന്ന് പറയുന്നത്. അപ്പം അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? അത് പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യമല്ലല്ലോ, അതെങ്കിലും സർക്കാർ ചെയ്യണം. സർക്കാരിൻ്റെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചു, ഉദ്യോഗസ്ഥർ പറഞ്ഞത് സത്യമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചത് മന്ത്രിമാർ കള്ളം പറഞ്ഞെന്നല്ലേ? അപ്പോൾ ആ കാര്യത്തിൽ സർക്കാർ എന്താണ് സമീപനമെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ശ്രീ ചാണ്ടി ഉമ്മൻ, ഈ സംഭവങ്ങളൊക്കെ നടന്ന ശേഷം ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ കാണുന്നത് ചികിത്സയിൽ കഴിയുന്ന ബിന്ദുവിൻ്റെ മകൾ നവമി അമ്മയെ കാണാനില്ല എന്ന് പറയുന്നതും ഭർത്താവ് വിശ്രുതൻ താങ്കളോട് ഫോണിൽ വിളിച്ചിട്ട് ബിന്ദുവിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നതും പിന്നീട് താങ്കൾ താഴെ വന്ന് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് താങ്കൾ പറയുന്നു, എന്താണ് ഇതിനകത്ത് ഈ മൺകൂനയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ പെട്ടെന്ന് ഇതിനെ ആക്ട് ചെയ്യണം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ അത് കേൾപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എന്തായിരുന്നു അന്നുണ്ടായ പ്രതികരണം? ഇന്നലെ ഉണ്ടായിരുന്ന പ്രതികരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ? അല്ല, ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു ചെറിയ ഊഹാപോഹം നടക്കുന്നുണ്ട്. ഇവിടെ ശ്രീ ബിന്ദുവിനെ കാണാനില്ല, അല്ലെങ്കിൽ ആരോ ഒരാളെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനൊരു അറിവില്ല. അവിടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിനൊരു കൺഫർമേഷൻ കിട്ടുന്നത് ഈ വ്യക്തിയെ കാണുമ്പോഴാണ്, ഈ കുട്ടിയെ കാണുമ്പോഴാണ്. കുട്ടിയെ അകത്ത് കുട്ടിയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ കൈ കഴുകാൻ പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ മാധ്യമപ്രവർത്തകരോട് അത് സൂചിപ്പിച്ചു.
നമ്മൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ആ സെക്കൻഡ് ശ്രമിച്ചില്ല. കാരണം ആ മാതാവ് അമ്മ എവിടെയെങ്കിലും മാറിയതാണോ എന്നുള്ളത്, ചിലപ്പോൾ പുറത്തോട്ടെങ്ങാനും മാറിയതാണോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതേസമയം പതുക്കെ നമ്മൾ അവിടെ ആൾക്കാരോട് കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കൺസേൺ ആ കാര്യത്തിലുണ്ടായിരുന്നു. അതാണ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഈ ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ നിരാശയുണ്ടായോ? ഞാനത് ചോദിക്കാൻ കാരണം, ഈ ചോദ്യങ്ങൾ താങ്കൾ ചോദിക്കുമ്പോൾ എപ്പോൾ ഫയർഫോഴ്സ് വരുമെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ടെന്നാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ഒരു വാചകം, ലോകം മുഴുവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി, എന്നിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ 10 മിനിറ്റ് എടുക്കുമോ എന്ന് ചോദിച്ചു. ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ താങ്കൾക്ക് നിരാശയുണ്ടായോ? അതല്ല, ഇപ്പം അവർക്ക് ആ വാഹനങ്ങൾ വരുവാനുള്ള താമസം 2 മണിക്കൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതൊരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു വാഹനത്തിന് കയറുവാൻ സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. പക്ഷേ അവരെയും മൊത്തത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല. അന്നൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി ആയതായിരിക്കാം. സർക്കാരിന് ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യണം? സർക്കാരിനോട് എനിക്കിപ്പം ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആ കുടുംബത്തെ സംരക്ഷിക്കുക, ആ വീട്ടിലൊരു ആൾക്കെങ്കിലും ജോലി കൊടുക്കുക, ആ കുടുംബത്തിന് നഷ്ടപരിഹാര തുക 25 ലക്ഷം കൊടുക്കുക, ആ കുടുംബത്തിൻ്റെ ദത്തെടുക്കുക, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുക. അത് മാത്രമേ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. അതിൽ പരം ഒരു നന്മയും സർക്കാരിന് ചെയ്യാനില്ല. ആ ഒരു കാര്യം നിർവഹിച്ചാൽ സർക്കാരിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാവും. പക്ഷേ ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ കൃത്യമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാവണം. എന്താണ്? ഒരു കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ സർക്കാർ തയ്യാറാവണം രോഗികളെ. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. ഉദ്ഘാടനം പിന്നെ ചെയ്യാം, ആളുകളെ അവിടെ താമസിപ്പിക്കും. ഇങ്ങനെ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ആളുകളെ താമസിപ്പിച്ച് ഇതേപോലത്തുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾറെഡി അവിടെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം 2013 മുതൽ UDF സർക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ സർക്കാർ നടപ്പിലാക്കിയതാണ്. അതിന് അഭിനന്ദനം ഞാൻ ഈ സർക്കാരിന് കൊടുക്കും. കാരണം എന്താ അറിയോ, അന്ന് അക്കേഷ്യയുടെ പേരിലാണ് ആ ബിൽഡിംഗ് തടഞ്ഞെങ്കിൽ ഇന്ന് അക്കേഷ്യ ഒരു തടസ്സമായി നിന്നില്ല എന്നുള്ളൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. അക്കേഷ്യയെ വരിഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ ഒരു ബിൽഡിംഗ് കിട്ടിയത് ഈ ഗവൺമെൻറ് തന്നെയാണ്. അല്ല, ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, അതുപോലെ BJP പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധങ്ങളിലുമൊക്കെ ഉയരുന്ന ഒരു കോമൺ മുദ്രാവാക്യം എന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ഇന്നിപ്പോൾ മന്ത്രിമാരൊക്കെ ആരോഗ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്നാണ്. ഈ സർക്കാരിന് തന്നെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുക. പിന്നെ ആരോഗ്യമന്ത്രിയുടെ രാജി പ്രത്യേകം ചോദിക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു സജഷനാണ്. എനിക്കിപ്പോൾ ഒറ്റ സജഷനേ ഉള്ളൂ സർക്കാരിനോട്, നിങ്ങൾ ആ കുടുംബത്തെ സംരക്ഷിക്കുക. ഞാൻ വ്യക്തിപരമായി ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം ഈ സർക്കാരിന് മാൻഡേറ്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ ഒരു ലെയിം ഡക്ക് ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ്. 2026 മെയ് വരെ തുടരുന്ന ഒരു സർക്കാരായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇത് ഈ സംഭവങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം, അതിനുശേഷം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളും അവിടുത്തെ രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടുകൂടി അതൊക്കെ വലിയ ചർച്ചയായതാണ്. ഇന്നിപ്പോൾ ഈ കോട്ടയത്തെ സംഭവം കൂടി ഉണ്ടാകുന്നു. ഈ സംഭവങ്ങളൊക്കെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമോ? സർക്കാരിൻ്റെ കണ്ണ് എന്താ പറയുക, മുണ്ടക്കൈ ചൂരൽമലയിൽ തുറന്നു. സർക്കാരിൻ്റെ കണ്ണ് കവലപ്പാറയിൽ തുറന്നു. സർക്കാരിൻ്റെ കണ്ണ് ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ പെട്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുറക്കത്തുമില്ല. കാരണം അവർക്ക് അധികാരത്തിൻ്റെ 9 വർഷക്കാലം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ആ സന്തോഷമുള്ളപ്പോൾ മറ്റതെല്ലാം അവർക്ക് പ്രശ്നമില്ല എന്നതുകൊണ്ട്. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നലെ ഈ സംഭവം നടന്ന ശേഷം മന്ത്രിമാരായ
വീണ ജോർജും വി എൻ വാസവനും ഒക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞത് രേഖാസഹിതം അവർ പറഞ്ഞത് 2013 തന്നെ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അന്ന് കേരളം ഭരിച്ചിരുന്നത് താങ്കളുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കെട്ടിടം ബലവത്തുള്ളതല്ല, ഇത് മാറ്റണം, ഇതിന് ഈ കെട്ടിടത്തിൻ്റെ ഉൾബലം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഏത് നിമിഷവും നിലം പൊത്താകുന്ന കെട്ടിടമാണ് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം പുതിയ കെട്ടിടം പണിയുക, അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുക, അതിൻ്റെ നടപടികളിലേക്ക് കടക്കുക, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ ഈ ബലക്ഷയം ചൂണ്ടിക്കാണിച്ചിട്ടും ഒന്നും ചെയ്തില്ല ഉമ്മൻചാണ്ടി സർക്കാർ എന്ന ആക്ഷേപം പ്രതിപക്ഷത്തിന് നേരെ ഉള്ളതല്ലേ? ഡൽഹിയിൽ നെഹ്റു, ട്രിവാൻഡ്രത്ത് ഉമ്മൻചാണ്ടി, അതാണ് എനിക്ക് അതിനുള്ള മറുപടി. എത്ര വർഷമായി? 9 വർഷമായില്ലേ? 9 വർഷം എന്ത് ചെയ്യുമായിരുന്നു? 2013 റിപ്പോർട്ടിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ടാണ്, അങ്ങനൊരു വിലക്ഷയം ഉള്ളതുകൊണ്ടാണ് ആ സ്ഥലത്ത് ബിൽഡിംഗ് കെട്ടാൻ ആലോചിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ വന്നത്. അന്ന് സമരം നടത്തിയ ആൾക്കാരാരാ? ഇവിടെ തന്നെയുണ്ട്. അന്ന് സമരം നടത്താൻ ശ്രമിച്ചവരാണ് ഇന്ന് ഇതിനെ മറപിടിക്കുന്നത്. എന്താ? അക്കേഷ്യ. ഞാൻ നേരത്തെ പറഞ്ഞ അക്കേഷ്യയുടെ കാര്യം. അക്കേഷ്യയുടെ പേരിൽ സമരം നടത്തിയവർ, ആ ബിൽഡിംഗ് കെട്ടാൻ അവിടെ അനുവദിക്കാത്തവർ, അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അവരാണ് ഇന്ന് ബിൽഡിംഗ് കെട്ടി, അക്കേഷ്യ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ബിൽഡിംഗ് കെട്ടി. ബിൽഡിംഗ് കെട്ടിയതിന് ശേഷം അങ്ങോട്ട് ഈ ബിൽഡിംഗ് മാറ്റുവാൻ അനുവദിക്കാതെ ഉദ്ഘാടനം വരെ കാത്തു നിന്ന ആളുകൾ ഈ അക്കേഷ്യയുടെ സ്നേഹക്കാര, അക്കേഷ്യ ലവേഴ്സാണ് ഇതിന് കാരണക്കാർ. ശരി, വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ MLA, താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന്.